സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ എമ്പുരാൻ ചിത്രത്തിൽ മാറ്റം വരുത്താൻ തീരുമാനം. സംഘപരിവാർ സംഘടനയെ അസ്വസ്ഥപ്പെടുത്തിയ ഗുജറാത്ത് കലാപത്തിലെ 17 ഭാഗങ്ങൾ ചിത്രത്തിൽ നിന്നും വെട്ടിമാറ്റും. സെൻസർ ബോർഡ് പരിശോധിച്ച ശേഷം പുതിയ പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററിലെത്തും. ഗോദ്ര കലാപത്തിലെ സംഘപരിവാറിന്റെ പങ്ക് ഓർമ്മപ്പെടുത്തുന്ന എമ്പുരാൻ ചിത്രത്തിലെ 17 ഭാഗങ്ങളാണ് വെട്ടിമാറ്റുന്നത്. സംഘപരിവാർ അനുകൂല സംഘടനകൾ വലിയ തോതിൽ വിദ്വേഷ പ്രചരണം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ഗുജറാത്ത് കലാപത്തിലെ ഭാഗങ്ങളും വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റും. ഒപ്പം ചില ഭാഗങ്ങളും മ്യൂട്ട് ചെയ്യും. തിങ്കളാഴ്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് പൂർത്തിയാകും. ചൊവ്വാഴ്ച സെൻസർ ബോർഡ് വീണ്ടും പരിശോധിക്കും. ശേഷം വെട്ടിമാറ്റിയ എമ്പുരാൻ ചിത്രത്തിന്റെ പുതിയ പതിപ്പ് തിയേറ്ററിലെത്തും. സംഘപരിവാർ വിവാദത്തിന് പിന്നാലെ സിനിമ പ്രദർശനം ബാൻ ചെയ്യാൻ പോലും കേന്ദ്ര സെൻസർ ബോർഡ് ആലോചിച്ചിരുന്നുവെന്നാണ് വിവരം. തുടർന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തന്റെ സംഘപരിവാർ ബന്ധം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു. ഇങ്ങനെയാണ് സംഘപരിവാറിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യാമെന്ന ധാരണയിലെത്തിയത്. എമ്പുരാൻ സിനിമ പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് RSS മുഖപത്രമായ ഓർഗനൈസർ വിമർശനം ഉന്നയിച്ചിരുന്നു. ചിത്രം പ്രദർശനത്തിനെത്തിയതിൽ സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് ജാഗ്രത കുറവുണ്ടായതായും BJP നേതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു. ഈ വിവാദങ്ങൾക്കെല്ലാം ഒടുവിലാണ് എമ്പുരാനിൽ മാറ്റങ്ങൾ വരുത്താൻ നിർമ്മാതാക്കളും സംവിധായകനും സമ്മർദ്ദത്തിലായത്. കൈരളി ന്യൂസ്, കൊച്ചി.